കേരള ജനത ഒന്നിച്ചിറങ്ങി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രകടമാണ്. പോളിംഗ് ശതമാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് റെക്കോർഡ് പോളിംഗ് 78.25% ഇതുവരെയുള്ള പോളിംഗ്. അത് 1987 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്കാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലമായ പറവൂർ അടക്കം 28 മണ്ഡലങ്ങളിൽ 80% കടന്നു. 84.63% രേഖപ്പെടുത്തിയ ചിറ്റൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. അജ്മലുണ്ടോ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി? അജ്മല, സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടുള്ള റെക്കോർഡ് പോളിംഗിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ജനം ആഞ്ഞിറങ്ങി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ പ്രകടമാകും, ആർക്ക് അനുകൂലമാകുമെന്നൊക്കെ കണ്ടറിയേണ്ടി വരും. എന്താണ് പോളിംഗ് ശതമാനം ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം? ഇപ്പോൾ ഏതാണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം? സ്മിത, കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ ബൂത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോളിംഗുകളിൽ ഒന്നാണ് ഈ ദിവസം നമ്മൾ കണ്ടത്. ഈ അവസാനം നമുക്ക് വിവരം ലഭിക്കുമ്പോൾ 78% എന്ന റെക്കോർഡ് ഭൂരിപക്ഷം കഴിഞ്ഞിരിക്കുകയാണ്. 1987 80% എന്ന റെക്കോർഡിലേക്ക് ഉറപ്പായും ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം പോളിംഗ് ശതമാനം എത്തുമെന്നതിൽ സംശയമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ജനം എന്തോ ഒന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നു എന്നത് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഈ വോട്ടർമാരുടെ വളരെ സജീവമായ ഇടപെടലുകളോടെ അവർ ബൂത്തിലേക്ക് എത്തുമ്പോഴും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറയിൽ UDF LDF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം, ഭീമാപ്പള്ളിയിൽ താമസിച്ചെത്തിയ വനിതാ വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ സംഘർഷം, പിന്നാലെ കോഴിക്കോട് ജില്ലയിലെ സൗത്തിൽ മതം പറഞ്ഞ് വോട്ട് ചോദിച്ചു എന്ന് ആരോപിച്ച് പരസ്പരം സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം, പിന്നീട് വയനാട് ജില്ലയിൽ BJPക്ക് വേണ്ടി വോട്ട് ചോദിച്ച പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റേണ്ടി വന്ന സാഹചര്യം, അതും കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പല പ്രദേശങ്ങളിലും ഈ പ്രവർത്തകർ BJP CPI പ്രവർത്തകർ തമ്മിൽ കത്തിക്കുത്തിലേക്ക് പോകുന്ന സംഘർഷപരമായ സംഭവ വികാസങ്ങൾ, ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടതോ കൂട്ടായതോ ആയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ ഈ ദിവസം കേരളത്തിലെ ജനങ്ങൾ ആഘോഷിച്ചു എന്ന് ആനുറപ്പിക്കാൻ കഴിയുന്ന ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് കേരളത്തിലെ നിലവിലെ പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. ഈ പോളിംഗ് ശതമാനത്തിലേക്ക് നോക്കിയിട്ട് മുന്നണികളും അവരുടെ നേതാക്കളും പ്രതീക്ഷ ഒരുപോലെ വെച്ച് പുലർത്തുന്ന പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ വോട്ട് ചെയ്ത വികസന തുടർച്ചയ്ക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് മുഴുവൻ നന്ദി പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടപ്പോൾ 100ലധികം സീറ്റോടെ ടീം UDF അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കറുത്ത കുതിരകളായിരിക്കും ഞങ്ങളൊന്നും, ഒരു തൂക്ക് മന്ത്രിസഭയാകും, തൂക്ക് സഭയാകും ഇത്തവണ കേരളത്തിൽ അധികാരത്തിലെത്തുക എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പറയുമ്പോൾ ഈ വോട്ടിംഗ് ശതമാനത്തിൽ പൂർണ്ണ പ്രതീക്ഷയിലാണ് 3 മുന്നണികളുമുള്ളത്. അതോടൊപ്പം തന്നെ താരപ്രചാരകരായിരുന്നവർ, താരപ്രഭയിലുള്ള സിനിമാ താരങ്ങൾ, അതോടൊപ്പം തന്നെ കായിക താരങ്ങളൊക്കെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് മാതൃകയാകുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കൂടി നമ്മൾ ഇന്ന് കേരളത്തിൽ നിന്ന് കണ്ടു. ഏതായാലും കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എന്തോ ഉറപ്പിച്ചിറങ്ങിയപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മെയ് 4 വരുന്ന ഫലം കേരളത്തിലെ ഈ മുന്നണികളുടെ നെഞ്ചിടിപ്പിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ആ വിധത്തിലാണ് ഇന്നത്തെ പോളിംഗ് കേരളത്തിലെ പൂർത്തിയായിട്ടുള്ളത്. സുഹൈൽ, ഈ ജനാധിപത്യത്തിന്റെ ഭംഗി തന്നെ ഇങ്ങനെ എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ജനം ആഞ്ഞിറങ്ങി കുത്തിയിട്ടുണ്ട് വോട്ട്. അത് എന്തിനാകും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും കണക്കുകൂട്ടലുകളായിരിക്കും മുന്നണികൾക്ക്. മുൻകാലങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഒരു മുന്നണിക്കാണ് ഈ കൂടുതൽ പോളിംഗ് വന്നാൽ ഒരു മുന്നണിക്ക് പ്രതീക്ഷ ആ രീതിയിലാണ്. പക്ഷെ ഇപ്പൊ തിയറികളൊക്കെ ചരിത്രമൊക്കെ പലമാരകളാണ്, അതൊന്നും കാര്യമില്ല. മാജിക് എന്താണ് എന്നുള്ളത് കണ്ടറിയേണ്ടത്. അത് തന്നെയാണ് അതിന്റെ ഒരു ബ്യൂട്ടി അല്ലേ. ഉറപ്പായും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.